എല്ലാവർക്കും നമസ്തേ. ഇത് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അതായത് നമ്മൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമ്മിക് ലൈഫ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ സമ്മിക് ലൈഫിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു ആധുനിക ജീവിതത്തിൽ, നമ്മുടെ ഈ ഒരു മോഡേൺ ലൈഫിൽ നമ്മളുടെ ഭാരതത്തിലെ പാരമ്പര്യമായിട്ടുള്ള കുറേ ടീച്ചിങ്സ് ഉണ്ട്. അപ്പം അതിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ള ഒരു ചെറിയൊരു ശ്രമമാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വഴി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ നാളുമായിട്ട് മനസ്സിലുള്ള ഒരു കൺസെപ്റ്റാണ് കേട്ടോ ഇത്. പക്ഷെ പെട്ടെന്നാണ് ഈ ഒരു സമ്മിക് ലൈഫ് എന്നുള്ളൊരു പേരിലോട്ട് വന്നത്. അപ്പോൾ ഒരു പേരിൻ്റെ ഒരു മീനിങ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, സമ്യക് എന്ന് പറയുമ്പോൾ അതൊരു സംസ്കൃത പേരാണ്. എനിക്കൊന്ന് പലരും അത് കേട്ടിട്ടുണ്ടായിരിക്കാം. യക്, ഈ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് സമ്യക് എന്നുള്ളൊരു പേരുണ്ടായിട്ടുള്ളത്. അപ്പോൾ സം എന്ന ആ ഒരു പേരിന്റെ അർത്ഥം എന്ന് പറയുമ്പം എന്താണ്, ഐക്യം, ഓക്കെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളത്, അങ്ങനെ ഒരു മീനിങ് ആണ് സം എന്നുള്ളത്. പിന്നെ യക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു മാർഗം അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതി. അപ്പോൾ ഒരു സമ്യക് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഐക്യത്തിലേക്കുള്ള ആ ഒരു പ്രവർത്തന രീതി, അല്ലെങ്കിൽ നമ്മളുടെ ആ വണ്ണസിലോട്ടുള്ള നമ്മുടെ ആ ഒരു യാത്ര, ഒരു ഏകത എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം അതിലോട്ടുള്ള ആ ഒരു നമ്മളെ മെന്റാലിറ്റിയുടെ ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഒരു സമചിത്തത എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സമ്യക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോഴേ ഒരു ഞാനന്മക്കറിയല്ലേ. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ വഴിയോരത്തൊക്കെ നമ്മൾ പണ്ട് സ്ഥിരം കാണുന്നൊരു കാഴ്ചയായിരുന്നു. നമുക്ക് ഈ അഭ്യാസികളായിട്ടുള്ള ആളുകൾ ഒരു ഞാണിന്റെ പുറത്തും കൂടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നടക്കുന്ന കാണാം. അപ്പോൾ അത് ആക്ച്വലി അവരുടെ ജീവിത പ്രാരാബ്ദത്തിന്റെ ഭാഗമായിട്ടാണ് അവരത്, അല്ലെങ്കിൽ അവർക്ക് ആഹാരത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് അവർ ആ ഒരു ജോലി ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് എന്താണ്, അവർ പൂർണ്ണമായിട്ടും അവർ ആ ചെയ്യുന്ന കർമ്മത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അവരുടെ ശ്രദ്ധ വേറെ എങ്ങോട്ടും പോകുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്കുണ്ടെങ്കിലും അവർ ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് അപ്പുറത്തെത്താൻ സാധിക്കുന്നത്, അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലും. അതായത് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങൾ വരും, പല ചലഞ്ചസ് വരും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരും. അതേപോലെ തന്നെ സന്തോഷം വരും, സങ്കടം വരും, ദേഷ്യം വരും, അല്ലേ. അതേപോലെ തന്നെ ബിസിനസ് ഒക്കെ എടുത്തിട്ട് ലാഭം വരും, നഷ്ടം വരും. അപ്പം എന്ത് തന്നെ നമ്മുടെ ലൈഫിൽ വന്നാലും നമ്മളെന്താണ്, അത് ആ ഒരു സമചിത്തതയോടുകൂടി അത് സ്വീകരിക്കുക. നമ്മൾ ഒന്നിന്റെ എക്സ്ട്രീം ആവാൻ പാടില്ല. അപ്പം സമ്യക് എന്നുള്ള ഒരവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിന്റെ എക്സ്ട്രീം ആയിരിക്കത്തില്ല. ഓക്കെ, നമ്മൾ സങ്കടം വന്നോ, ശരി, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. സന്തോഷം വന്നോ, ശരി, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് തന്നെ നമ്മുടെ ലൈഫിൽ വന്നാലും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അവയർനെസ് സ്റ്റേജിനെയാണ് നമ്മൾ സമ്യക് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് സമ്യക് എന്താണെന്ന് കുറച്ച് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ ലൈഫിനെ പറ്റി ഞാൻ പറയണ്ടായല്ലോ. ലൈഫ് നമുക്കറിയാം, നമുക്ക് നമ്മുടെ അനുഭവങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനുഭവങ്ങൾ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് അത് അവിടെ സ്ഥിരമായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമ്യക് ആവില്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ നമുക്ക് സമ്യക് ആയിട്ടുള്ള ഒരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ സമ്യക് എന്നുള്ള മീനിങ് നമുക്ക് ആദ്യം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സമ്യക് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ, ഓരോ അനുഭവങ്ങൾ വരുമ്പോഴും നമ്മൾ ആ ഒരു സമചിത്തതയോടുകൂടി എല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ അത്രയ്ക്ക് പവർഫുൾ ആണ് ആ ഒരു സമ്യക് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു പേരിന്റെ മീനിങ്. അപ്പോൾ നമ്മളുടെ കൺസെപ്റ്റ് എന്താണ് എന്ന് കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു അവസരത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാണ്ട്. കാരണം ഇത്രയും നമുക്ക് സപ്പോർട്ട് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങൾക്കും, ചെറുതിലെ തൊട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട്ടൊക്കെ ഒരു, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിവീറ്റ് ചെയ്ത് വരുന്ന നമുക്ക് വീട്ടിലുള്ള നമ്മുടെ അച്ഛൻ, അമ്മ, അതേപോലെ തന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും, അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ്. ഇപ്പം ഇങ്ങനൊരു പേജിനെ പറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ
നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ ഇട്ടപ്പോൾ തന്നെ ഒന്നും അങ്ങോട്ട് പറയാതെ തന്നെ ഫോളോ ചെയ്ത ആളുകളുണ്ട്. ഇല്ലെങ്കിൽ ചിലർ എന്താണ് ഇത് സംഭവം ചോദിച്ചിട്ട് ഫോളോ ചെയ്തേരെന്ന് പറഞ്ഞാൽ ശരി ഇപ്പം തന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഫോളോ ചെയ്ത ആളുകളുണ്ട്. ഇത് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറച്ച് നമ്മളുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഫ്രണ്ട്സ്, ആരാണ് യഥാർത്ഥം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കുറച്ച് അവസരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അവരോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഏകദേശം കഴിഞ്ഞൊരു 5 വർഷമായിട്ട് നമ്മൾ ശൂന്യ എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ ശൂന്യ മെഡിറ്റേഷനാണ് ഈ ഒരു തരത്തിൽ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ ഉള്ള രീതിയിൽ നമ്മളെ പ്രാപ്തമാക്കിയിട്ടുള്ളത്. അപ്പം അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് ശൂന്യതി ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു NGO ആണ്. അപ്പോൾ അതിന്റെ ഫൗണ്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ ലിംസിയോജനാണ്. പിന്നെ എൻ്റെ ഡയറക്ടർ ഡോക്ടർ രാജേഷ് സവേര. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും എന്താണ് ശൂന്യ, എന്താണ് ശൂന്യതി ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ, ആരാണ് ഈ വ്യക്തികൾ. അപ്പോൾ ഇനി വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആരാണ് എന്താണെന്നെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ജസ്റ്റ് ഞാനൊന്ന്, കാരണം ഇവരെയൊന്നും ഓർക്കാതെ നമുക്ക് ഇത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തരാതിരിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ എൻ്റെ എല്ലാ ടീച്ചേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ എന്താണ് എല്ലാത്തിനും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കൂടെ നിന്നിട്ടുള്ള പ്രദീപൻ സാറ്, രാജൻ സാറ്, അതേപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസും, അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടേണ്ടി വന്ന അല്ലെങ്കിൽ കണ്ടുമുട്ടിട്ടുള്ള എല്ലാ വ്യക്തികളും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യൂണിവേഴ്സ് എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് നമുക്ക് തരുന്നത് നമ്മളെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് തന്ന അതിൽ നിന്നൊരു ലെസൺ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളെയും നമ്മുടെ ജീവിതത്തിലൂടെ തരുന്നത്. അപ്പം അങ്ങനെ തന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ എക്സ്പീരിയൻസിനും എല്ലാത്തിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു അവസരത്തിൽ നമ്മൾ പറയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും, കാരണം ഇതൊരു പുതിയൊരു, എന്നെ സംബന്ധിച്ച് ഇതൊരു പുതിയൊരു കാര്യമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടച്ചിൻ്റെ കുറവുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ക്ഷമിക്കുക. അതേപോലെ തന്നെ നമുക്ക് സജഷൻസ് തരിക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പം നമുക്കിനി പുതിയ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.